ചായപ്രേമികളുടെ നാടായ കൊച്ചു കേരളത്തിൽ ചൂടുകാലം വരുമ്പോൾ ഒരു നാരങ്ങാവെള്ളം കാച്ചിലൊന്നും പറയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നാരങ്ങാവെള്ളം മാറി പുളിക്ക് സർബത്തായപ്പോൾ അത് കുടിക്കാത്തവർ ആരും ഉണ്ടാവില്ല. പുളിക്ക് സർബത്ത് ആദ്യമായിട്ട് കേരളത്തിൽ ആരംഭിച്ചത് നമ്മുടെ കൊച്ചിയിലുള്ള ഷാജിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി കുലുക്കി സർബത്തുകളാണ് ഇന്ന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കിട്ടുന്നത്. വിയറ്റ്നാമിൽ വന്നപ്പോൾ വെറൈറ്റി ആയിട്ടൊരു കുലുക്കി സർബത്ത് കുടിച്ച് വീഡിയോ ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. എത്ര നീറ്റായിട്ടാണ് ഒരു കുലുക്കി സർബത്ത് എടുക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്ര മനോഹരമായിട്ടാണ്, എത്ര നീറ്റായിട്ടാണെന്നാണ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു വീടിൻ്റെ ഒരു ഭാഗമാണ് ഈ കച്ചവടത്തിനായിട്ട് ഇവർ മാറ്റി വെച്ചിട്ടുള്ളത്. വിയറ്റ്നാമിലെ മിക്ക വീടുകളും ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ഥാപനം, എന്തെങ്കിലും ഒരു ചെറിയ കടമൊക്കെ ആയിട്ടിരിക്കും. പിന്നെ ഓണർ തന്നെയാണ് നമുക്ക് കുലുക്കി സർബത്ത് എടുത്ത് തരുന്നത്. പുള്ളിക്കാരനൊന്നും ചോദിച്ചു, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചിട്ട് പുള്ളിയുടെ അനുവാദം മേടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ഫുള്ള് കാണുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വിയറ്റ്നാമിൽ മിക്ക കടകളിലും എങ്ങനെയാണ് ഇത്ര നീറ്റായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടുകഴിഞ്ഞാൽ കാണാൻ കഴിയും. ഞാനിവിടെ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലാണ് താമസിക്കുന്നത്. ഹനോയിൽ നിന്ന് 100 കിലോമീറ്റർ മാറി ഹനുങ്ബിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. സൈക്കിൾ എവിടെയാണ് ഹനുങ്ബിനിലേക്ക് യാത്ര. 2 ദിവസം അവധി കിട്ടി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് യാത്ര ചെയ്യാം, കൂടുതൽ ആളുകളെ പരിചയപ്പെടാം, ഭാഷ പഠിക്കാം, അങ്ങനെയുള്ള ചിന്താഗതിയിൽ ഇറങ്ങി പുറപ്പെട്ടാണ്. അപ്പോൾ അനേകം ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു, ഇതുപോലുള്ള വെറൈറ്റി ഡ്രിങ്കുകൾ കുടിക്കാൻ സാധിച്ചു, ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിച്ചു. ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ആ ഒരു 2 ദിവസം യാത്രയിൽ. അടുത്ത വീഡിയോകളിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിലേക്ക് വരാം. പുള്ളിക്കാരൻ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ജോലി അന്വേഷിച്ച സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. വീടിൻ്റെ ഒരു ഭാഗം തന്നെ ഇങ്ങനെ ഷോപ്പായിട്ട് ചെയ്യാൻ കരുതിയത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ഡ്രിങ്കുകൾ കാര്യങ്ങളൊക്കെ യൂട്യൂബിലും പിന്നെ പല ഷോപ്പുകളിൽ നിന്നുള്ള പരിചയം കൊണ്ടൊക്കെ ആയിട്ട് പുള്ളി അങ്ങനെ തുടങ്ങിയതാണ്. അന്യായ വിലത്ത് സൈക്കിൾ ഔട്ട് ദാഹിച്ചെന്ന ഞാൻ ഈ കട കണ്ടിട്ട് ആദ്യം ഒരു ഡ്രിങ്ക് പറഞ്ഞു, അത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഡ്രിങ്ക് എടുക്കുന്ന രീതി കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുത്താലോ എന്നൊരു ഐഡിയ തോന്നി. ഞാൻ പുള്ളിക്കാരൻ്റെ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഈ ഡ്രിങ്ക് പറഞ്ഞപ്പം സ്പ്രൈറ്റ് ഉണ്ടായില്ല, സോഡയാണെന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സോഡയല്ല സ്പ്രൈറ്റാണ് വയ്ക്കുന്നത് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ സ്പ്രൈറ്റ് അവിടെ ഉണ്ടായില്ല. പുള്ളിക്കാരൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് സ്പ്രൈറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കി. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ സാധനം ഇല്ലെങ്കിൽ പറയും ഇല്ല തീർന്നു പോയി എന്ന് പറയും. എന്നാൽ ഇവരങ്ങനെയല്ല, മിക്ക കടകളിൽ ഇതുപോലെയാണ്. മെനുകാർഡിൽ എന്തൊക്കെ ഡ്രിങ്ക് ഉണ്ടോ അതൊക്കെ അവരത് സെർവ് ചെയ്യും. എന്തെങ്കിലും ഐറ്റം ഇല്ല കുറവുണ്ടെങ്കിൽ തൊട്ടടുത്ത കടയിൽ പോയി അത് മേടിച്ചുകൊണ്ട് വന്നത്. ഇനി അതല്ല കടയിൽ ഒരു സാധനം ഇല്ല, ആ ഐറ്റം നമ്മുടെ കടയിൽ ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമർ ഒഴിവാക്കണ്ടല്ലോ പറ്റിയിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് അതേ ഡ്രിങ്ക് വിൽക്കുന്ന കടയിൽ പോയിട്ട് ആ ഡ്രിങ്ക് മേടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള അനുഭവം എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണാനായിട്ട്, വിയറ്റ്നാമിലെ മലയാളത്തിൽ അറിയാനായിട്ട്, വിയറ്റ്നാമിൽ ഒരുപാട് വെറൈറ്റി കൗതുകമാർന്ന കാഴ്ചകൾ കാണാനായിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.